നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് മിഥുനമാസത്തെ ഫലമാണ്. കൊല്ലവർഷം 1200 ആണ്ട് മിഥുനമാസം 1 മുതൽ 32 വരെയും ഇംഗ്ലീഷ് വർഷം 2025 ജൂൺ 15 മുതൽ ജൂലൈ 16 വരെയുമുള്ള നിങ്ങളുടെ 27 നക്ഷത്രക്കാരുടെയും ഒരു മാസത്തെ ചാരവശാലുള്ള ഫലമാണ് പറയുന്നത്. ആദ്യമായിട്ട് മേടരാശി. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് ഈ മാസം ശുക്രൻ്റെ സ്ഥിതി വച്ചിട്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയോളം ശുഭഫലം തന്നെ കാണുന്നു. ധനപരമായ പുരോഗതിയും ഒരു പരിധിവരെ കാണുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം, എഴുത്തു പരീക്ഷയിൽ വിജയം, ഇതൊക്കെ തന്നെ കാണുന്നു. പിന്നെ ഈ രാശിയെ സംബന്ധിച്ച് നിലവിൽ 7 ശനിയുമായി ബന്ധമുള്ള ഒരു രാശിയാണ്. അപ്പോൾ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളും ശ്രദ്ധ വേണം, കരുതൽ വേണം എന്നാണ് കാണുന്നത്. അത് കാലുവേദന, ശനി 12-ലാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ കാല്, പാദം, കാൽമുട്ട്, പിന്നെ അത് പോയിട്ട് പിന്നെ നേരത്തെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതേതും ആകാം. ഹാർട്ട് സംബന്ധിച്ചോ വയറ് സംബന്ധിച്ചോ ഒക്കെ എന്തെങ്കിലും സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ ഇപ്പോൾ തലപൊക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ ആ മതിയായ ചികിത്സ ആദ്യമേ തേടേണ്ടതാണ്. കാലതാമസം ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഈ മാസത്തെ സൂര്യൻ്റെ സ്ഥിതി ഒക്കെ അനുകൂലമാണ്. ഗവൺമെൻറ് തല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. അതല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടതായിട്ടുമൊക്കെ വന്നേക്കാം. അങ്ങനെയുള്ള അവസ്ഥയും ഈ രാശിക്കാർക്ക് കാണുന്നു. പിന്നെ രാഹുവിൻ്റെ സ്ഥിതി. രാഹു നിങ്ങൾക്ക് 11-ാം ഭാവത്തിലാണ്. ആ രാഹുവിൻ്റെ ആ ശുഭഫലങ്ങൾ നമുക്ക് ശ്രദ്ധിക്കും. എന്നാൽ കേതുവിൻ്റെ ശുഭഫലം നമുക്ക് കിട്ടത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ശരീര അവയവം പറയുമ്പോൾ വയറിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ വയറ് സംബന്ധിച്ചുള്ള അസുഖങ്ങളും സൂചിപ്പിക്കുന്നു. അപ്പോൾ മതിയായ ചികിത്സ തേടേണ്ടതാണ്. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് ശനിപ്രീതി, പിന്നെ വേഴം നിങ്ങൾക്ക് 3-ലാണ്. ആ വേഴപ്രീതി. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ ഈ 2 ദിവസവും വിശേഷ പ്രാർത്ഥനകളൊക്കെ നടത്തേണ്ടതാണ്. ഇനി പറയുന്നത് ഇടവമാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെയും 3/4 ഭാഗം, രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴം ധനസ്ഥാനത്ത് നിൽക്കുന്നു. ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി, നമ്മുടെ ചിന്താമണ്ഡലം ഒക്കെയാണ്. അതൊരു ശുഭ അവസ്ഥ തന്നെ ഉണ്ട് നിലവിൽ. ആ വേഴത്തിൻ്റെ അനുഗ്രഹം ഇടവരാശിക്കാർക്ക് കിട്ടുന്നതാണ്. മംഗളകരമായ കാര്യങ്ങൾ, അത് വിവാഹാദി കാര്യങ്ങളാവാം, യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാവാം, ക്രയവിക്രയങ്ങളാവാം, വസ്തു സംബന്ധിച്ചൊക്കെ ഉള്ള. പിന്നെ ഗ്രഹ വാങ്ങുകയോ മോടി കൂട്ടുകയോ ഒക്കെ ചെയ്യാം.
അങ്ങനെയുള്ള സമയം കൂടി ആണ്. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് ഈ ധനസ്ഥാനമായിട്ടുള്ള ഭാഗത്ത് ശനിയുടെ ബന്ധം വരുന്നുണ്ട്. അതും നമുക്ക് കാണാതെ പോകുന്നത് ശരിയല്ല. അപ്പോൾ നേരത്തെ നമുക്ക് വേഴം ധനസ്ഥാനത്ത് നിന്നുകൊണ്ട് തരാൻ ഉദ്ദേശിക്കുന്നതായ ഗുണഫലങ്ങൾ പൂർണ്ണമായും നമുക്ക് കിട്ടുന്നതിനായിക്കൊണ്ട് വ്യാഴാഴ്ച ഇഷ്ടവഴിപാടുകൾ ചെയ്യാം. പിന്നെ ശനിയാഴ്ച ശനിക്ക് നീരാഞ്ജനം പോലെയുള്ള കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ കൂടുതലും ഗുണഫലങ്ങളാണ് ഇടവരാശിയെ സംബന്ധിച്ച് ഉള്ളത്. പിന്നെ ബാങ്ക് ലോണൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടാൻ ഈ മാസം അതിനുള്ള കാര്യങ്ങൾ, ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകും. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വിദ്യാർത്ഥികൾക്ക് വിജയം കാണുന്നു. എഴുത്ത് പരീക്ഷ ഈ വിജയം. പിന്നെ ജോലി സാധ്യത, ഇതൊക്കെ തന്നെ ഇടവരാശിക്കാർക്കുണ്ട്. ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം, ആദ്യത്തെ 3 പാദം. അപ്പോൾ നിങ്ങൾക്ക് ആ രാശിയിൽ സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിലകൊള്ളുന്നു. അപ്പോൾ ഈ വേഴത്തിൻ്റെ അവസ്ഥ നമുക്ക് ഗുണഫലം തന്നെ ആ നിൽപ്പ് കൊണ്ട് പറയാവുന്നതാണ്. മംഗളകരമായ കാര്യങ്ങൾ നടക്കും. യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതും ശുഭകരമാകും എന്ന് തന്നെ കാണുന്നു. അത് പോയിട്ട് മറ്റുള്ള ശുഭ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നേരത്തെ നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ്. പക്ഷേ വേഴത്തെ കൊണ്ട് ശുഭഫലമാണ് പറയുന്നത്. എന്നാൽ നിലവിൽ ഈ രാശിക്കാർക്ക് ശനി 10ാം ഭാവം, അത് 10ൽ നിന്നുകൊണ്ട് ഈ രാശിയുമായി ബന്ധം വരുന്നു. അപ്പോൾ കണ്ടകശനി കാലം എന്ന് പറയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ശനി പ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഈ മാസം അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. കൂടുതലും ഗുണഫലം തന്നെയാണ് വ്യാഴത്തെ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ വന്നിട്ട് നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ബുധൻ ഈ മാസം ആ രാശിയിൽ തന്നെ നിൽക്കുന്നു. കർമ്മ പുരോഗതി ഒക്കെ കാണുന്നു. പിന്നെ മാതാവിനോ അതായത് ബന്ധുജനങ്ങൾക്കോ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായി കാണുന്നു. അതെല്ലാം ശമനം ഉണ്ടാകും എന്ന് അതും സൂചിപ്പിക്കുന്നു. പിന്നെ കൂട്ടുകാരുടെ സഹായം ഈ മാസം പ്രതീക്ഷിക്കാം. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. അപ്പോൾ പൊതുവേ മിഥുനരാശിക്കാർക്ക് കണ്ടകശനി നിലവിലുണ്ടെങ്കിലും കൂടുതലും ഗുണകരമായ അവസ്ഥകൾ തന്നെയാണ് ഉള്ളത്. ഇനി പറയുന്നത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാന 15 നാഴിക, പൂയം, ആയില്യം. നിങ്ങൾക്ക് മാസത്തിൻ്റെ പകുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ശുക്രൻ്റെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ, അതായത് അഭിഷ്ടസ്ഥാനമായ 11ൽ ശുക്രൻ പ്രവേശിക്കുന്നു. അപ്പോൾ തൊഴിൽപരമായ പുരോഗമനം ഉണ്ടാകും. പിന്നെ സ്ത്രീകൾ മുഖേനയുള്ള ഗുണഫലങ്ങൾ, ലാഭം ഒക്കെ തന്നെ ഉണ്ടാകുന്നതായി കാണുന്നു. അപ്പോൾ അത് ശുക്രനെ കൊണ്ട് മാത്രമാണ് ആ ഫലമുള്ളത്. എന്നാൽ മറ്റുള്ള ഗ്രഹസ്ഥിതി അനുകൂലമല്ല. നിങ്ങൾക്ക് വേഴം 12ൽ മറഞ്ഞു. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക.
പിന്നെ സന്താനങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ അവരുടെ വിദ്യയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമായി കാണുന്നു. അതുപോയിട്ട് നിയമപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഗവൺമെൻറ് ഫൈനുകൾ ഒക്കെ അടയ്ക്കേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒരു കരുതലുണ്ടായിരുന്നാൽ ആ ഫൈന് അടയ്ക്കാതെ തന്നെ നമുക്ക് ഒഴിവാവാൻ പറ്റും. അപ്പോൾ കർക്കിടക രാശിയെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഈ മാസം അനുഭവത്തിൽ വരുന്നത്. ഇതിൽ പരിഹാരങ്ങളെന്ന് പറയുമ്പോൾ ശിവപ്രീതി നടത്തുക, പിന്നെ വേഴപ്രീതി, പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹം ആയിട്ടുള്ള സഹോദരത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഗ്രഹവും 12-ലാണ്. അപ്പോൾ അതും നല്ലതല്ല. അപ്പോൾ അതിനായിക്കൊണ്ട് ഞായറാഴ്ച ശിവന് ഇഷ്ട വഴിപാടുകൾ ചെയ്യുക, ബുധനാഴ്ച കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഇഷ്ട വഴിപാടുകൾ ചെയ്യുക, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനവും പാൽപ്പായസം കഴിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കർക്കിടകക്കൂറുകാർ ചെയ്താൽ നമുക്ക് വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഈ വാക്കിൻ്റെ സ്ഥാനത്ത് അത് കേതു നിലകൊള്ളുന്നു. നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് നീരസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കും. ഇനി പറയുന്നത് ചിങ്ങരാശിയാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴം അവിഷ്ടസ്ഥാനമായ 11-ൽ നിലകൊള്ളുന്നു. അപ്പോൾ ഭൗതികമായിട്ടുള്ള എല്ലാ ശുഭകാര്യങ്ങളും മംഗളകരമായ കാര്യങ്ങൾ എല്ലാം തന്നെ നടക്കും. മംഗളകരമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ പിന്നെ വിവാഹാദി കാര്യങ്ങൾ, വിദേശയാത്ര, പിന്നെ ഗൃഹനിർമ്മാണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി, ഇതൊക്കെ തന്നെ ചിങ്ങരാശിയിൽ വേഴം 11-ൽ നിന്നിട്ട് പറയുന്നു. എന്നാൽ നിങ്ങൾക്ക് മറ്റൊരവസ്ഥ കൂടെ ഉണ്ട്. ആ രാശിയിൽ കേതു നില ഉറപ്പിച്ചിട്ടുണ്ട്. അത് 1.5 വർഷത്തേക്കാണ്. മാസഫലം പറയുന്നുവെങ്കിലും അതുകൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ കേതുവിൻ്റെ ആ ദോഷം മാറ്റുന്നതിനായിട്ട് പിന്നെ രാശിയിൽ കേതു നിന്നിട്ട് 7-ൽ യാത്രാസ്ഥാനം, ഭാര്യാസ്ഥാനം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനം ഒക്കെയാണ്. അപ്പോൾ അവർക്ക് ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങൾ ഉണ്ടാകാനും സാധ്യത. അപ്പോൾ അത് ആ അവസ്ഥയുണ്ട്. എന്നാലും വേഴത്തിൻ്റെ ഗുണഫലം നിലവിലുള്ളതുകൊണ്ട് കൂടുതലായ ദോഷം ഉണ്ടാകത്തില്ല. അപ്പോൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ആ നിൽപ്പനുസരിച്ച് നാഗരാജ പ്രീതി ചെയ്യുക, പിന്നെ ചാമുണ്ഡി ക്ഷേത്ര ദർശനം ഇതൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും. പിന്നെ ശനി നിങ്ങളുടെ ധനസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ നീരാഞ്ജനം പോലെയുള്ള കാര്യങ്ങളും ചെയ്യുക ശനിയാഴ്ച. അടുത്ത് പറയുന്നത് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴം 10-ലാണ്, കർമ്മസ്ഥാനത്ത്. അപ്പോൾ തൊഴിൽപരമായ കാര്യങ്ങളെല്ലാം തന്നെ ഒരു കരുതൽ വേണം. 10-ലെ വേഴം അത്രത്തോളം ശുഭകരമല്ല. ചില തൊഴിൽ സംബന്ധമായ ചില മാറ്റങ്ങൾ നമ്മൾ തന്നെ ആഗ്രഹിക്കും. ഈ തൊഴിലൊന്ന് മാറിയാലെന്ത് എന്നൊക്കെ നമ്മൾ തന്നെ ആലോചിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമോശങ്ങളൊന്നും ചെയ്യാതെ കാലോചിതമായ ചിന്തയിലൂടെ ആ തൊഴിൽ നിലനിർത്തി കൊണ്ടുപോകണം എന്നുകൂടി വേഴം സൂചിപ്പിക്കുന്നു. മാത്രമല്ല നിങ്ങൾക്ക് നിലവിൽ 7-ൽ ഭാര്യാസ്ഥാനം, യാത്രാസ്ഥാനം, നിവൃത്തിസ്ഥാനം എന്ന് പറയും. ആ 7-ൽ നിന്നുകൊണ്ട് ശനിയുടെ ദൃഷ്ടിയുമുണ്ട്.
ജ്യോതിഷ ഭാഷയിൽ കണ്ടകശനികാലം നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധയോടെ പോയാൽ ഉചിതമായിരിക്കും. പിന്നെ ഈ മാസത്തെ ഫലം ഈ 12 കേതുണ്ട്, പിന്നെ അഗ്നിഗ്രഹമായിട്ടുള്ള ചൊവ്വയും അവിടെ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ കാൽപാദത്തിനൊക്കെ ക്ഷതമൊക്കെ ഉണ്ടാവാതെയും കൂടിയൊക്കെ നോക്കണം. പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല, ഒരു അറിയിപ്പാണ്, ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ വാഹനമൊക്കെ ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് ഈ 7-ലെ ശനി അത്രത്തോളം നല്ലതല്ല, അതുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ സൂചിപ്പിച്ചത്. ഇനി പറയുന്നത് തുലാമാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം 3 പാദം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ഭാഗ്യസ്ഥാനത്ത് നിലകൊള്ളുന്നു. അതൊരു ഭാഗ്യ അനുഭവം തന്നെയാണ്. ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശുഭകരമാകും എന്ന് തന്നെ ആ വേഴം സൂചിപ്പിക്കുന്നു. യാത്രാഗുണം, പിന്നെ വിവാഹാദി കാര്യങ്ങൾ, ക്രയവിക്രയങ്ങൾ, പിന്നെ ഭൂമി ലാഭം, അങ്ങനെയുള്ള കാര്യങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, എഴുത്തു പരീക്ഷയിൽ വിജയം, പിന്നെ ഉദ്യോഗലബ്ധി എന്നിവയും കാണുന്നു. അപ്പോൾ തുലാ കൂറുകാർക്ക് എല്ലാവിധമായ ഭാഗ്യവും കാണുന്നു. ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊക്കെ തന്നെ അനുഭവത്തിൽ വരും. എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു സ്ഥിതി ഇവിടെയുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി സഫലമാകണമെങ്കിൽ നാഗരാജ പ്രീതി കൂടി ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ 5-ാം ഭാവം മനസ്സിൻ്റെ സ്ഥാനം, സന്താനഭാവം എന്ന് പറയും. അപ്പോൾ അവിടെ രാഹുവിൻ്റെ നില ഉണ്ട്. ആയതിനാൽ നാഗരാജ പ്രീതി കൂടി ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന 15 നാഴിക, അനിഴം, കേട്ട. നിങ്ങൾക്ക് വേഴത്തിൻ്റെ സ്ഥിതി അത്ര ശുഭകരമല്ല. വേഴം അഷ്ടമത്തിൽ മറഞ്ഞു. അഷ്ടമം എന്ന് പറയുമ്പോൾ ആയുസ്സിൻ്റെ സ്ഥാനം ആണ്. അപ്പോൾ അതിന് ദോഷം വരുമെന്നുള്ള അർത്ഥമല്ല, അല്പം ദൈവാനുഗ്രഹം മറഞ്ഞു എന്നാണ് സാരം. എന്നാൽ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ 7-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ രാശിയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ജീവിത പങ്കാളിയുമൊത്ത് യാത്ര ചെയ്യാനും, ഉല്ലാസകരമായ യാത്ര ചെയ്യാനും, ക്ഷേത്ര ദർശനം നടത്താനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. ആ ശുക്രൻ്റെ സ്ഥിതി മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ശുഭകരമാകുന്നു. അപ്പോൾ വേഴപ്രീതി ചെയ്യേണ്ടതാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് പാൽപ്പായസം കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ട വഴിപാടുകൾ ചെയ്യാം. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക. പിന്നെ നിങ്ങൾക്ക് രാഹുവിൻ്റെ സ്ഥിതി 4-ലാണ്. അപ്പോൾ കുടുംബത്തിൽ ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടാകുന്നതിനായിക്കൊണ്ട് നാഗരാജപ്രീതി ചെയ്യുന്നത് ഉചിതമാണ്. കുടുംബത്തിൽ മാത്രമല്ല, നമ്മൾ സഹകരിക്കുന്ന നമ്മളെ കൂട്ടുകാരോടുമൊക്കെ നല്ല സമീപനത്തോടുകൂടി നമ്മുടെ വാക്കുകൾ അവർക്ക് നീരസമായി തോന്നാതിരിക്കുന്നതിനും കൂടിയാണ് നാഗരാജപ്രീതി ചെയ്യാനായിട്ട് പറഞ്ഞത്. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴം, സർവേശ്വരകാരകനായിട്ടുള്ള വേഴം, അതായത് നിങ്ങളുടെ 4-ാം ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് നിങ്ങളുടെ ധനുരാശിക്ക് ചന്ദ്രലഗ്നാധിപനാണ് വേഴം. അപ്പോൾ അത് 7-ൽ നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നു. അതൊരു ശുഭ അവസ്ഥ തന്നെയാണ്. മംഗളകരമായ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെ ആ വേഴം സൂചിപ്പിക്കുന്നു. യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഗുണഫലങ്ങൾ, അതായത് വിദേശയാത്ര, അല്ലാതെയുള്ള തീർത്ഥയാത്ര, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ വാഹനലബ്ധി, പിന്നെ കുടുംബത്തിൽ വിവാഹാദി കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കും.
വിവാഹം നടക്കാതിരുന്ന ആൾക്കാർക്ക് ഈ പ്രാവശ്യം വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ, പിന്നെ ക്രയവിക്രയങ്ങൾ, എല്ലാവിധമായ ഐശ്വര്യവും ആ വേഴത്തെ കൊണ്ട് നമുക്ക് സിദ്ധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഈ മാസത്തിൻ്റെ സ്ഥിതി ആണ്. അപ്പോൾ അതിൽ ഈ ഭാഗ്യാധിപനായിട്ടുള്ള സൂര്യനും 7-ൽ വന്നിട്ടുണ്ട്. പിന്നെ 7-ാം ഭാവാധിപനും 7-ലുണ്ട്. അപ്പോൾ ഒരുമിച്ചുള്ള യാത്ര, ജീവിത പങ്കാളിയുമായിട്ടൊക്കെയുള്ള യാത്ര, അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ ഉണ്ടാകും എന്ന് കാണുന്നു. അപ്പോൾ വേഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ ഈ രാശിക്കാർക്ക് 60% വരെ ഉണ്ട്. എന്നാൽ ഇനി പറയുന്നത് ഈ ശനിയെ കൊണ്ടുള്ള അവസ്ഥയാണ്. നിങ്ങൾക്ക് ശനിദേവൻ കണ്ടകശനി രൂപത്തിൽ 4-ാം ഭാവത്തിൽ സ്ഥിതി കൊള്ളുന്നു. അപ്പോൾ അതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. അതുമായി ബന്ധപ്പെട്ട് ശനിദേവനെ പ്രീതിപ്പെടുത്തുക. ശനി നിങ്ങൾക്ക് 4-ാം ഭാവം, അതിൽ നിൽക്കുന്ന മാതൃസ്ഥാനം, ബന്ധുജനം, കൂട്ടുകാർ എന്നിവയൊക്കെ അടങ്ങുന്നതായ, പിന്നെ യാത്രാസ്ഥാനം, പിന്നെ ഇവിടെ നിന്നിട്ട് നമ്മുടെ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു, ഭാര്യാസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില ക്ഷീണാവസ്ഥകളും ശനി സൂചിപ്പിക്കുന്നു. ഇതെല്ലാം അതിജീവിക്കാൻ പറ്റുമെന്ന് വേഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതലും ധനുരാശിക്കാർക്ക് 60% ഗുണഫലങ്ങളാണ് ഉള്ളത്. ഇനി പറയുന്നത് മകരമാണ്. മകരരാശിക്കാർക്ക് വേഴം 6-ലാണ്. വേഴം 6-ൽ മറഞ്ഞു. 6 എന്ന് പറയുമ്പോൾ അത്ര നല്ല സ്ഥാനമല്ല. രോഗം, ശത്രു, കടം, ദുരിതങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം ഇല്ലാത്ത അവസ്ഥ, അതൊക്കെയാണ് ഈ 6-ൽ വേഴം പോയാൽ. നമുക്ക് മറ്റുള്ളവരുടെ അവഗണനയ്ക്ക് പാത്രമാവുകയും പിന്നെ ധനപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്യും എന്നാണ് ഈ വേഴം സൂചിപ്പിക്കുന്നത്. കടബാധ്യത ഉണ്ടാകാനും സാധ്യത. ഇതൊക്കെ പറഞ്ഞു ഭയപ്പെടുത്തുന്നതല്ല. അപ്പം വ്യാഴാഴ്ച മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. മാസത്തിൻ്റെ, അതായത് മിഥുനം 8-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് നിവർത്തി സ്ഥാനത്ത് ഭാഗ്യാധിപനും പ്രവേശിക്കുന്നു. അപ്പോൾ ചില കമ്മ്യൂണിക്കേഷൻ വഴി ചില ഗുണഫലങ്ങൾ നമുക്ക് ഉണ്ടാകും. പിന്നെ അതുമാത്രമല്ല, ഭാഗ്യാധിപൻ എന്ന് പറയുമ്പോൾ 9-ാം ഭാവാധിപൻ. അപ്പോൾ പിതൃ വഴിയുള്ള പിതാവിൻ്റെ അല്ലെങ്കിൽ പിതൃതുല്യവരായവരെ കൊണ്ടുള്ള ഗുണഫലങ്ങളും സിദ്ധിക്കാൻ സാധ്യത. ഇതൊക്കെ പറഞ്ഞു. ഇനി പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ മകരൻ രാശിയെ സംബന്ധിച്ച് മകരൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ്. അപ്പോൾ ഈ രാശിയെ സംബന്ധിച്ച് ഈ 2-ൽ രാഹുവിൻ്റെ സ്ഥിതിയുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ തരമില്ല. ഈ 2-ൽ രാഹുവിൻ്റെ സ്ഥിതി പറയുന്നു, ചില ദുർശീലങ്ങൾ നമ്മളെ കടന്നുകൂടാൻ സാധ്യത ഉണ്ടെന്നാണ്. ഇത് നേരത്തെ അങ്ങനെ ഉള്ളവർക്ക് അത് കൂടുതൽ ദോഷകരമായി ബാധിക്കുകയും ആശുപത്രിവാസം പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതുകൂടി രാഹു സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു കരുതൽ വേണം. പിന്നെ അത് പോയിട്ട് നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവർക്ക്, നമ്മുടെ വീട്ടിലും അതുപോലെ മറ്റുള്ളവർക്കും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ വാക്കുമൊക്കെ ഇഷ്ടപ്പെടാതെ വരികയും നമ്മൾ അവഗണനയ്ക്ക് പാത്രമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ എന്തെങ്കിലും ദുർശീലങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രണത്തിൽ അങ്ങനെ ഉള്ളവർ കൊണ്ടുവരുന്നത്
ഉചിതമാണ്. അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ മാസം സൂചിപ്പിക്കുന്നത്. ഈ മാസഫലമാണ് ഞാൻ പറയുന്നുവെങ്കിലും ഈ രാഹുവിൻ്റെ സ്ഥിതി 1.5 വർഷത്തേക്ക് ഈ മകരക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഇതിന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ പ്രവൃത്തി തന്നെയാണ് വില്ലനായി വരുന്നത്. നമ്മുടെ പ്രവൃത്തി, വാക്ക് എന്നിവയൊക്കെ ശ്രദ്ധിച്ചു പോയാൽ ദോഷം വരാനില്ല. അപ്പോൾ ഈ പരിഹാരം നാഗരാജ പ്രീതിയാണ്. പിന്നെ വന്നിട്ട് ചാമുണ്ഡി ദേവി ക്ഷേത്ര ദർശനം, ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്യാവുന്നതാണ്. അത് ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ ആകാം. ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം 5-ാമിടത്ത് നിലകൊള്ളുന്നു. അതൊരു ഭാഗ്യാനുഭവം തന്നെയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ വർഷം കാലം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ആലോചിച്ചു വെച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ അത് നടക്കുന്നതായി കാണുന്നു. ചില കാലതാമസം നേരിട്ടാലും ആ വിജയസാധ്യത ഉണ്ടാകും എന്ന് വേഴം സൂചിപ്പിക്കുന്നു. ഈ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം നിങ്ങളുടെ ശുക്രൻ്റെ സ്ഥിതി 4-ാമിടത്ത് വരുന്നു. 4 എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഭവനം, പിന്നെ വാഹനസ്ഥാനം, ബന്ധുജനങ്ങളുടെ സ്ഥാനം, മാതൃസ്ഥാനം എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ 4-ാം ഭാവാധിപൻ തന്നെയാണ് വരുന്നത്, ശുക്രൻ. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീട് സംബന്ധിച്ചോ ഭൂമി സംബന്ധിച്ചോ ഒക്കെയുള്ള ക്രയവിക്രയങ്ങൾ ഒക്കെ നടക്കാനും ഒക്കെ ഉള്ള സാധ്യത മാസത്തിൻ്റെ പകുതിക്ക് ശേഷം തെളിയുന്നു. അപ്പോൾ അതിനായിക്കൊണ്ട് ഈ വേഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങളുണ്ട്, ഈ ശുക്രനെ കൊണ്ടുള്ള ഗുണഫലങ്ങളുണ്ട്. പക്ഷേ ഇനി പറയാനുള്ളത്, ഈ രാശിയിൽ, നിങ്ങളുടെ രാശിയിൽ രാഹു നിലകൊള്ളുന്നു. അപ്പോൾ അതിന് നാഗരാജ പ്രീതി കൂടി ചെയ്ത് പോയാൽ തടസ്സങ്ങൾ നീക്കപ്പെടും. നിങ്ങൾക്ക് രാഹുവിൻ്റെ സ്ഥിതി കൂടുതൽ ദോഷം ചെയ്യില്ല. എന്തെന്ന് വെച്ചാൽ ഈ രാഹുവിനെ വേഴം 5-ൽ നിന്നിട്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില തടസ്സങ്ങൾ നിലവിലുണ്ടെങ്കിലും ആ തടസ്സങ്ങൾ നീക്കപ്പെടും. പിന്നെ നിങ്ങളുടെ ശനിയുടെ സ്ഥിതി, ശനി ധനസ്ഥാനത്താണ്. അത് 2 വർഷത്തേക്ക് അവിടെ തന്നെയാണ്. ഈ മാസഫലമാണ് പറയുന്നത്, എങ്കിലും അത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ധനപരമായ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം എന്ന് കൂടി പറയുന്നു. പിന്നെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നടന്നെന്ന് വരത്തില്ല. നമുക്ക് ചെറിയ നിരാശകളൊക്കെ തന്നതിന് ശേഷം മാത്രമേ ഈ കാര്യം ശുഭമായി വരത്തുള്ളൂ. നമ്മൾ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഏത് തന്നെ ആയിരുന്നാലും. അതിനുള്ള കാരണം, നിങ്ങൾക്ക് 5-ൽ വേഴം നിലവിലുണ്ട്. എന്നാൽ ആ വേഴത്തിന് ശനിയുടെ ബന്ധം വരുന്നു. ആയതിനാൽ ചില കാലതാമസം കൂടി നേരിടും എന്ന് ശനി ഭഗവാൻ സൂചിപ്പിക്കുന്നു. അപ്പോൾ ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുക, നാഗരാജ പ്രീതി. പിന്നെ വന്നിട്ട് 7-ൽ നിൽക്കുന്ന കേതു, അപ്പോൾ ചാമുണ്ഡി ക്ഷേത്ര ദർശനം, ഇതൊക്കെ ചെയ്തു വന്നാൽ നമുക്ക് ഈ കുംഭരാശിക്കാർക്ക് നല്ല ശുഭഫലം തന്നെ ഉണ്ടാകും. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി.
നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഈ മാസം അനുഭവത്തിൽ വരുന്നത്. നിങ്ങൾക്ക് വേഴം സുഖസ്ഥാനത്ത് നിലകൊള്ളുന്നു. സുഖം, വാഹനം, യാത്ര, നമ്മുടെ ഗ്രഹം എന്നിവയൊക്കെ അടങ്ങുന്നതായ 4-ാം ഭാവത്തിൽ, പിന്നെ മാതൃസ്ഥാനം. അപ്പോൾ ആ സ്ഥാനത്ത് നിലകൊള്ളുന്നു. അതൊരു ശുഭ അവസ്ഥ തന്നെ ഉണ്ട്. അപ്പോൾ ഗ്രഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ ആലോചിക്കും. അത് നിങ്ങളുടെ അപ്പോൾ അതിനായിക്കൊണ്ട് ബാങ്ക് ലോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും എന്നുകൂടി കാണുന്നു. നിങ്ങളുടെ നിവർത്തി സ്ഥാനപതി 4-ൽ വേഴത്തോടൊപ്പം ആണ് ഈ മാസം ഉള്ളത്. പിന്നെ അത് പോയിട്ട് ബാങ്ക് ലോണ് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾക്ക് അഷ്ടമാധിപനായ സൂര്യൻ 4-ൽ നിലകൊള്ളുന്നു ഈ മാസം. പെട്ടെന്ന് അങ്ങോട്ട് ശരിയായെന്ന് വരത്തില്ല. അപ്പം നിരന്തരം ഉള്ള പരിശ്രമം കൊണ്ട് ലോണ് പോലുള്ള കാര്യങ്ങളൊക്കെ ശരിയായി വരും എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ മീനരാശി സംബന്ധിച്ച് നിലവിലെ ജന്മശനികാലമാണ്, ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ശനിക്ക് നീരാഞ്ജനം പോലെയുള്ള കാര്യങ്ങളും കൂടി ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ ദോഷങ്ങളില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. ശനിപ്രീതി, പിന്നെ വ്യാഴപ്രീതി. പിന്നെ ഈ മാസത്തെ ഇത് വച്ചിട്ട് അഷ്ടമാധിപൻ ആണ് സൂര്യൻ. അത് നിങ്ങളുടെ 4-ലാണ് വന്നിരിക്കുന്നത്. ചില ആരോഗ്യ പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നു. അപ്പോൾ ശിവന് ഇഷ്ട വഴിപാടുകൾ നടത്തുക. അപ്പോൾ ഈ പന്ത്രണ്ട് രാശിയിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെയും ഒരു മാസത്തെ നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ചാരവശാലുള്ള ഫലമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിലർക്കെങ്കിലും ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തർക്കും ഇപ്പോഴുള്ള പ്രായഭേദമന്യേ ഇപ്പോഴുള്ള നിങ്ങളുടെ ദശ, അപഹാരം, ഛിദ്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ വളരെ സൂക്ഷ്മതയാണ്. അതുമായി ബന്ധപ്പെട്ട് ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ് ദശ, അപഹാരം എന്നിവയൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ആസ്ട്രോളജറെ സമീപിക്കേണ്ടതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മാസം നല്ലൊരു മാസമായി തന്നെ അനുഭവത്തിൽ വരട്ടെ, എല്ലാവിധ ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.